ഒരു ദിവസം തിത്തേ തകതേ തിത്തിത്തോ. ഏ, എന്താ ഒരു ശബ്ദം? ഹി 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 ഹി, ഉഗ്രൻ ഡാൻസ് ആണല്ലോ. തേയ് തിത്തിത്തോ. ഭൂതത്താനെ ഡാൻസ് പഠിപ്പിക്കുകയാണോ? ഹി ഹി ഹി. തിത്തോം തകതോ. ഏ, അയ്യോ ഇതെന്താ? ഠിം. അമ്മുമ്മേ, ഡാൻസ് കളിച്ചോ? ഇല്ലെങ്കിൽ ഇവന് ദേഷ്യം വരും. ഞാനോ? ഈ പ്രായത്തിലോ? ഠിം. ദേ പിന്നെയും ഇടി. ഹമ്മോ. ഡാൻസ് കളിക്കാത്തവരെ ഇടിക്കുന്ന ഭൂതമാ. എന്റമ്മേ, കളിക്കാം കളിക്കാം. തകതിമിത്തോം. നിങ്ങളാണോ ഈ ഭൂതത്തിന്റെ ഉടമസ്ഥൻ? അതെ, പേര് തിത്തോൻ, ഇവൻ തകതോൻ. ഇവനെ കൊണ്ടു നടക്കുന്നത് ഞാനാ. ഹി 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 ഹി. അമ്മേ, എങ്കിൽ താൻ ഡാൻസ് ചെയ്ത് മടുക്കുമല്ലോ. ഇത് ഞാൻ വ്യായാമം പോലെ ചെയ്യുന്നതാ. തളർന്നാൽ നിർത്തും. നിർത്തിയാൽ ഇവൻ ഇടിക്കില്ലേ? ഹ ഹ ഹ, അതിന് വഴിയുണ്ട്. ഈ തൊപ്പി അങ്ങ് വെച്ചു കൊടുക്കും. തൊപ്പി വെച്ചാൽ ഇവൻ ഡാൻസ് നിർത്തും. കണ്ണു മൂടുന്നത് കൊണ്ട് ഇടിയും നിർത്തും. ഹി 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 ഹി. ഹാവു, അപ്പോ ഇനി നമുക്ക് ഡാൻസ് നിർത്താം അല്ലേ? അതെ, ഐഡിയ. ഇവനെ രാജുവിന്റെ രാധയുടെ മുന്നിൽ എത്തിക്കാം. പിള്ളേര് ഡാൻസ് ചെയ്ത് ചാവട്ടെ. എന്താ അമ്മൂമ്മ ആലോചിക്കുന്നത്? ഡാക്കിന് പ്ലാൻ പറഞ്ഞു. അതിനെന്താ, നമുക്ക് വേണ്ടത് ചെയ്യാം. ലുട്ടാപ്പിയെ വിളിക്കാം, കുന്തത്തിൽ പോകാം. ഓഹോ, അതാണോ പരിപാടി? മായാവി ഒരു മന്ത്രം ചൊല്ലി. ഓം ഹ്രീം, കൈ വളര്, കൊമ്പ് വളര്. അതോടെ തകതോൻ ഭൂതത്തിന്റെ കൊമ്പ് നീളാൻ തുടങ്ങി, കൈ വലുതാവാനും. തിത്തോനും ഡാക്കിനിയും ഇത് ശ്രദ്ധിച്ചില്ല. ഹലോ ഹലോ, എടാ ലുട്ടാപ്പി, ഹലോ. റേഞ്ച് കുറവാ, അങ്ങോട്ട് നീങ്ങി നിന്ന് വിളി. ഡാൻസ് ചെയ്യാതെ നിൽക്കുന്ന ഡാക്കിനെയും തിത്തോനെയും തകതോൻ കണ്ടതോടെ ധീം ധീം. അമ്മേ, എന്തൊരിടി. തേയ് തിത്തിത്തോ. ഡാൻസ് ചെയ്തോ, വേറെ വഴിയില്ല. അയ്യോ, ഡാൻസോ? എഴുന്നേൽക്കാൻ പോലും വയ്യേ. ധിം ധിം. തിത്തേ തകതോ.